പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഗെയിമാണ്, നമ്മളെ ഡ്രീം ക്രിക്കറ്റ് എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ്. അപ്പോൾ നമ്മൾ 2K അടിച്ചിരിക്കുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഗൈസ്. ഞാൻ ഷോർട്സൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഇട്ടായിരുന്നു ഗൈസ്. പിന്നെ കുറേ നാളായി ഗൈസ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ 2K അടിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. ഷോർട്സ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ് ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ്. നല്ല ഗ്രാഫിക്സും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ക്രിക്കറ്റ് ഗെയിം എന്നൊക്കെ പറയാവുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇതിലിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കാൻ തന്നെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കിറ്റ് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മുടെ പേര് മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ് ഇത്. യെസ്, എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഈ ഗെയിം ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും കയറ്റി നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10K അടിക്കണം ഗൈസ്. എന്നിട്ട് നമുക്കൊരു പ്ലേ ബട്ടൺ വേണം, അതിനാണ് ഗൈസ്. നമുക്ക് ഇന്ത്യയിൽ കൊണ്ട് കളിക്കാം. മാത്രമല്ല ഇന്ത്യൻ T20 ലീഗ്, IPL ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജ് അങ്ങനെ ഉണ്ട്. പിന്നെ ലെജൻഡ്സ് ക്രിക്കറ്റ്, ഗുജറാത്ത് ഗ്രേറ്റ്സ്, അങ്ങനെ സൂപ്പർ മാർഷ്, OD ഇൻ്റർനാഷണൽ, T20 ഇൻ്റർനാഷണൽ, അങ്ങനെ ഒരുപാട് ലീഗ്സ് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട IPL ടീം ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ബാംഗ്ലൂരുമാണ് ഇഷ്ടം. കൂടുതൽ പേർക്കും ചെന്നൈയും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരും ചെന്നൈയും വെച്ചാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അങ്ങനെ മാച്ച് നേരെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഹെഡ്സ് വേണോ ടൈല് വേണം. സ്കിപ്പ് ടോസ് ഗൈസ്. നമ്മൾ ടോസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നമുക്ക് ഗൈസ് ടോസ് കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ ബോളിംഗ് ആണ് ചൂസ് ചെയ്തതെന്ന് തോന്നുന്നു ഗൈസ്. ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ചു ഗൈസ്. ആരാണ്? സച്ചിൻ രവീന്ദ്രയാണ് ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ചത്. നിങ്ങളൊരു ചെന്നൈ ഫാനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു RCB ഫാനാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അടുത്തത് എൻ്റെ അമ്മ. രണ്ട് ബോളിൽ 6 റൺസാണ് ഗൈസ് സച്ചിൻ രവീന്ദ്ര സ്കോർ ചെയ്തെടുത്തത്. നമുക്ക് ബോളിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടാം. നമ്മുടെ ജോസ് ഹെസൽവുഡ് പർപ്പിൾ ക്യാപ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള IPL ടീമെന്ന് കമൻറ്റ് ചെയ്തേക്ക്. സച്ചിൻ രവീന്ദ്ര അഗെയിൻ 6 അടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ സച്ചിൻ രവീന്ദ്ര 12 റൺസ്. എൻ്റെ പൊന്നു, ഇയാടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടു ഉറപ്പല്ലേ. ഒരു ഡോട്ട് ബോളെങ്കിലും വന്നല്ലോ. ഞാൻ വിചാരിച്ചു ഈ ഓവർ ഫുൾ അടിച്ച് പരത്തും. സെലിബ്രേഷൻ ഇടാം ഗൈസ്. സച്ചിൻ രവീന്ദ്രൻ്റെ വിക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്നു ഗൈസ്. വാട്ട് എ ക്യാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ആ ക്യാച്ച് ഡ്രോപ്ഡ് ആക്കുന്നു. ആരാണ് ഗൈസ് വിക്കറ്റ് എടുത്തത്? ഭുവനേശ്വർ കുമാറാണ് ക്യാച്ച് ചെയ്തത്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷമൊക്കെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ കളിച്ചിരുന്നില്ല, ഭുവനേശ്വർ കുമാറാണ് വിക്കറ്റ് എടുത്തത്. ഇപ്രാവശ്യം RCBയിലേക്ക് നല്ല നല്ല പ്ലെയേഴ്സ് വന്നു. കൃണാൽ പാണ്ഡ്യ, അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, ഹെസൽവുഡ്, അങ്ങനെ നല്ല നല്ല ഒരുപാട് പ്ലെയേഴ്സ്. റൊമാരിയോ ഷിഫേർഡ്, പെത്വൽ, സാൾട്ട്. നമ്മുടെ ഭുവനേശ്വർ കുമാർ എറിയട്ടെ. സുയാ ശർമ്മ യങ് പ്ലെയറാണ് ഗൈസ്. അതേപോലെ തന്നെ ഇന്നലെ നമ്മുടെ വെറും 14 വയസ്സുള്ള നമ്മുടെ വൈഭവ് സൂര്യവംശി
നമ്മുടെ വൈഭവ് സൂര്യവംശി 101 റൺസ് വെറും 35 ബോൾസും ഉണ്ട്. എനിക്ക് ആ കളി ഇഷ്ടപ്പെട്ടു. മാത്രമല്ല രാജസ്ഥാൻ തോറ്റു എന്ന് വിചാരിച്ച കളി അടിച്ച് ജയിപ്പിച്ചെന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ രാജസ്ഥാൻ ബാറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഗുജറാത്തിൻ്റെയൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ 210 റൺസൊക്കെ എടുക്കണമെങ്കിൽ എന്താ പറയുക അടിപൊളി ടീംസൊക്കെ വേണം. നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന RCBനോട് തന്നെ ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. എൻ്റെ ഫേവറേറ്റ് ടീമാണ് RCB. എന്നാലും നമ്മുടെ ബോളർമാർ തിരിച്ചു പിടിച്ചു ആ കളി നല്ല രീതിക്ക് തന്നെ. എന്താ പറയുക, RCB കളിച്ചു. ബാറ്റിംഗ് കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഫസ്റ്റൊക്കെ അമ്മാതിരി ബാറ്റിംഗ് ആയിരുന്നു. പിന്നെ വൈഭവിൻ്റെയും ജയ്സ്വാളിൻ്റെയും വിക്കറ്റ് എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു. എന്നിട്ടും പരാഗടിക്കുന്ന കണ്ടിട്ടും ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. എൻ്റെ മോനടി ഇവര് ഭയങ്കര കുട്ടീന്ന് തോന്നുന്നു. ചെല്ലി ഇങ്ങനെ കളിക്കായിരുന്നു ഗൈസ്. ഇനി ഫീൽഡിങ് കുറച്ച് നല്ല എന്താ പറയുക, അത്യാവശ്യം അടിപൊളി ഫീൽഡിങ് ആക്കണം ഗൈസ്. ഭുവനേശ്വർ കുമാറിൻ്റെ ഹാട്രിക് ബൗണ്ടറി അടിച്ച് ഗൈസ്. ആരാണവൻ? എടാ അടുത്ത ബൗണ്ടറി. എൻ്റെ മോനെ, ഇതൊരു രാഹുൽ ത്രിപാഠിയൊക്കെ ഇങ്ങനെ കളിക്കുമോ? എടാ എൻ്റെ മോനെ, ഇതും കൂടെ മറ്റേ 4 അടിച്ച റെക്കോർഡാണ് ചെന്നൈക്ക്. രാഹുൽ ത്രിപാഠി 6 ബോളിൽ 6 എന്താ പറയുക 4 അടിച്ച് 1 ഓവർ ഫുൾ. അടടാ പയ്യ, ഈ രാഹുൽ ത്രിപാഠി റെക്കോർഡ് വെച്ചിരിക്കേ. എൻ്റെ മോനടി ഇവ എങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്? നമുക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം ഗൈസ്. അല്ല പിന്നെ നമ്മൾ RCBന്ന് തൊട്ടടിച്ച് എന്ത് സംഭവിക്കാന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക, ചെന്നൈനോട് ഒരു കളി RCB കളിച്ചിരുന്നു. ആ കളി നമ്മുടെ സ്വന്തം ചെന്നൈ നന്നായി കളിച്ചുവെങ്കിലും ആ കളി ചെന്നൈന് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 146 റൺസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി RCB കളിച്ച് ജയിച്ചു. വിരാട് കോഹ്ലി ഇൻ ബാറ്റിംഗ്. എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. ഞാൻ കോഹ്ലിനെ ഓർത്ത് മാത്രമാണ് RCB ആയത്. അല്ലെങ്കിൽ എനിക്ക് ചെന്നൈ ആയിരുന്നു ഇഷ്ടം. റൺ ഔട്ട്. ആരാ പോയ? കോഹ്ലിയോ? സാഗൾട്ടോ കോഹ്ലി. ആ വിക്കറ്റൊന്നല്ല ഗൈസ്. ഇവൻ വിരാട് കോഹ്ലി ഔട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനോ, ഇവിടെ ഇതൊന്നും അടിക്കാൻ പറ്റാത്ത. ചെന്നൈ ഫുള്ള് കള്ളക്കളിയാണല്ലോ. അതാ സ്റ്റെമ്പറിന് ഓടിക്കല്ലേ പ്ലീസ്. ഇവിടെ ഇതൊന്നും അടിക്കാൻ പറ്റാത്തേ. ദേവദത്ത് പടിക്കൽ. ജഡേജൻ്റെ ഓവർ തീരെ അടിക്കാൻ പറ്റുന്നില്ലേ? എൻ്റെ 4 റൺസ്. എൻ്റെ മോനെ ജസ്റ്റ് സ്വിപ്പ് ഔട്ടായിന്. ഇനി 6 ഒക്കെ അടിച്ചില്ലെങ്കിൽ ഈ കളി പോയി സത്യം പറഞ്ഞു. എൻ്റെ മോനെ 6. ദേവദത്ത് പടിക്കൽ. ഒരു 19 റൺസ് മിനിമം എടുക്കേണ്ടി വരും ഗൈസ്. ഓഫ് 16 റൺസ് ഒരു ഓവറിൽ. 32 റൺസ് നമുക്ക് കൂടിപ്പോയാൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഷടാ പൊട്ടിയോ? എനിക്കത് പേടിയാകുന്നു ഗൈസ്. അശ്വിനാ ഗൈസ് ഇപ്പം അടിക്കുന്നത്. രവിചന്ദ്രൻ. നാല് പോയില്ലെങ്കിൽ ഞങ്ങൾ 4 ഓടിയെടുക്കടാ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. വേർഡ് റൺ റേറ്റ് ഇനിയും വേണം എൻ്റെ പൊന്നു. എൻ്റെ മോനെ ക്യാച്ച് ഡ്രോപ്പ്ഡ്. എൻ്റെ മോനെ ആരേസ് ഡ്രോപ്പാക്കി. റൺ റേറ്റ് ഇനി കുറച്ച് മതി. നമ്മൾ റൺ റേറ്റ് ഇത്തിരിയുള്ളൂ.
ഗൈസ് ഇന്നത്തെ കളി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ബോളിൽ 15 റൺസ് എങ്ങനെ എടുക്കും ഗൈസ് ഞാൻ? ഇനി 2 ബോളിൽ 11 റൺസ്. ഗൈസ് 1 ബോളിൽ 10 റൺസ്. എന്തായാലും തോറ്റു ഉറപ്പല്ലേ. ഇത് വിക്കറ്റ് കൊടുത്തേക്കാം ഗൈസ്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ വിക്കറ്റ് കൊടുത്തു ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെന്നൈയിനോട് വീണ്ടും റിവഞ്ച് എടുക്കാൻ വേണ്ടി ഒന്നും കൂടെ കളിക്കും. ഗൈസ് നമ്മൾ ചെന്നൈയിനോട് ഒന്നും കൂടെ റിവഞ്ച് എടുക്കാൻ വേണ്ടി കളിക്കുവാണ്. ഞാനിത് ഈസിയാണ് ഗൈസ് ഇട്ടത്, കാരണം ഇനി ഒരു ഫൈനലും കൂടി ഉണ്ട് ഗൈസ്. ആ ഫൈനലിൽ വീഡിയോ ഇട്ട് കളിക്കുകയാണ്. സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഏതാ ബാറ്റ് ചെയ്യാം ഗൈസ്. ജഡേജ മാത്രമേ എറിയുന്നുള്ളൂ. ട്രാവിസ് 6 റൺസ്. ഫിൽ സാൾട്ട് എൻ്റെ മോനെ ഫുൾ ടോസ് ഒരെണ്ണം വന്നു. ഫുൾ നല്ല 6, 90 മീറ്റർ. Nicely played off the back foot. He's found the gap. Won't go all the way to the boundary, but again to the fielder. ജഡേജൻ്റെ ഓവർ 2 ബൗണ്ടറീസ് ഒന്നല്ല, എന്നാലും ഞാൻ 2 ബൗണ്ടറീസ് എന്ന് പറയും. അതാണ് എൻ്റെ കഴിവ്. Should get couple of runs here. It's a good throw in the end. അത് ഡൈവ് ചെയ്യായിരുന്നു, അത് ഡൈവ് ചെയ്യായിരുന്നു, പക്ഷേ ഡൈവ് ചെയ്യാൻ പറ്റിയില്ല. സാരല്ല ഗൈസ്. ആരാണ് പോയി? വിരാട് കോഹ്ലിയാ. സമാധാനം. ഫിൽ സാൾട്ടാ പോയത്. ജോസ് ഹേസൽവുഡിനെ ബാറ്റിങ്ങിൽ ഇറക്കാൻ ഗൈസ്. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. അവൻ ഒരു ബോളറാണ്. ഓ മൈ ഗോഡ്, ചരിത്രം. ജോസ് ഹേസൽവുഡ് 4 റൺസ് അടിച്ചിരിക്കുന്നു. ഹേസൽവുഡിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നല്ല ഉണ്ടാവില്ലേ? ഇവനെന്താ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു? യെസ്, ജോസ് ഹേസൽവുഡ് 8 റൺസ് 2 ബോൾ. ഹേസൽവുഡ് ഇതിഹാസം സൃഷ്ടിക്കുന്നു. ഓ മൈ ഗോഡ്, ഹേസൽവുഡ് ഗെയിം 3 ബോളിൽ 10 റൺസുമായി ഹേസൽവുഡ്. വിരാട് കോഹ്ലി, മൈ ഫേവറേറ്റ് പ്ലെയർ. കോഹ്ലി പിന്നല്ല, നമ്മുടെ മച്ചാന്മാർ പവറല്ലേ. 3 റൺസ് ഓടിയുള്ളൂ ലൂയിസ്, കാരണം 4 ഔട്ടായ പണിയാവും. എൻ്റെ മോനെ അതൊരു സ്കെച്ച് പിടിച്ചേ. എൻ്റെ പൊന്നു ഗൈസ്, അവൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കാൻ മറന്നുപോയി ഗൈസ്. അതാരുടെ കളിയാക്കുന്നേ? അതടുത്തത്. ചേടാ, ഇവിടെ ആരുടെ കൊമ്പ് വെച്ചത്? ഓ മൈ ഗോഡ്, ദി സൗണ്ട് ഓഫ് കൊതുക്.
That's a drop catch. A missed opportunity for the fielding side. എൻ്റെ മോനെ ഞാൻ പേടിച്ചു പോയി. റിവ്യൂ എന്തിന് റിവ്യൂ? ബ്രോ ഇത് കള്ളക്കളി ബ്രോ. അല്ല പിന്നെ ഓടാൻ സമ്മതിക്കൂല. ഓടാ റിവ്യൂ ഒന്നല്ല. ധോണി കോഹ്ലിനോട് കളിക്കാൻ നോക്കിയത് ഗൈസ്, പക്ഷെ നടന്നില്ല. നീ കോഹ്ലി ആരാന്നാ ബ്രോ വിചാരിച്ചത്? കിങ് കോഹ്ലിയാണ് അവൻ, കിങ് കോഹ്ലി. Should get couple of runs here. It's a good throw in the end. Oh, that's a run out. കോഹ്ലി ഔട്ടായി ഗൈസ്. Running between the wicket. Straight to the field. കുഴപ്പമില്ല ഗൈസ്, Absolutely poor running. കാരണം കോഹ്ലി നല്ലോണം കളിച്ചിട്ടാണ് ഔട്ടായത്. ഇല്ല കോഹ്ലിക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ വേണ്ടി ലിവിങ്സ്റ്റൺ എത്തി. എൻ്റെ പോലും സവാൻ That's all about നമ്മളല്ലേ ബാറ്റ് ബോളിങ്ങിന്. still back coming down. കോഹ്ലിക്ക് എത്ര റൺസ് വേണം? 34. On the way. ഓ മൈ ഗോഡ്, 35 റൺസ് വേണം ഗൈസ്. യെസ്, വാട്ട് എ ഫീൽഡിങ്. ഇപ്പോൾ രവീന്ദ്രനെയൊക്കെ ക്ലീൻ ബൗൾഡാക്കി വിടണം. കഴിഞ്ഞ മാച്ചിൻ്റെ റിവഞ്ച്. ഇനി ഒരു മാച്ചും കൂടി ഉണ്ടാവും, അതാണ് ചെന്നൈ വേഴ്സസ് ബംഗാൾ. RCB, CSK വേഴ്സസ് RCB ഫൈനൽ. ദാറ്റ് വാസ് ദി റിസ്കി ഫൈനൽ. 2 runs for Rachin. Oh, just look at that timing. He's found the middle of the pan and it races away to the boundary. That's good running. Couple of runs. 8 ബോളിൽ 27 റൺസ് വേണം സൗമോർക്ക് ജയിക്കാൻ. നടക്കുമോ? എനിക്ക് തോന്നില്ല. ബട്ട് വിക്കറ്റ്. സച്ചിൻ രവീന്ദ്രനെ ക്ലീൻ ബൗൾഡാക്കാൻ നോക്കിയതാണ്, ബട്ട് നടന്നില്ല. എന്നാലും അവൻ്റെ വിക്കറ്റ് എടുത്തല്ലോ. സച്ചിൻ്റെ CR7 നമ്പറാണോ 7? That's the end of his stay at the crease. ഋതുരാജ് ഗൈക്വാഡ്, ക്യാപ്റ്റൻ ഓഫ് CSK. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. എനിക്ക് കൊൽക്കത്ത ജയിച്ചാൽ മതി എന്നാണ് ഈ ആഗ്രഹം. കാരണം ഡൽഹി ജയിച്ചാൽ രാഹുലിൻ്റെ ഷോ കൂടും. രാഹുൽ ഇന്ന് RCBൻ്റെ തട്ടകത്തിൽ, മീൻസ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്നിട്ട് എന്താ പറയുക, മറ്റേ ബാറ്റ് നിലത്തുത്തിട്ട് മുടി അങ്ങ് മറ്റേ ബ്രേദം ഇങ്ങനെ ഇളക്കുന്ന പോലെ ഇളക്കിയിട്ടില്ലേ, അതിൻ്റെ റിവഞ്ച് ഡൽഹിയിൽ പോയി വിരാട് കോഹ്ലി 50 എടുത്ത് കുനാൽ പാണ്ഡ്യ 74 എടുത്ത് തീർത്തു കൊടുത്തു. അപ്പോൾ രാഹുലിൻ്റെ വായിലങ്ങ് പഴംപൊരി വീട്ടി കൊടുത്തു ഗൈസ്. അപ്പോൾ രാഹുലിന് വേറെ വഴിയില്ല ഗൈസ്. Oh, what a strike. Clean, powerful. രാഹുലിനെ പറഞ്ഞപ്പോൾ ഈ ത്രിപാഠി വിചാരിച്ചത് ത്രിപാഠീനെയാണ് പറഞ്ഞത്. കാരണം ത്രിപാഠീൻ്റെ ഫുൾ നെയിം രാഹുൽ ത്രിപാഠി എന്നാണല്ലോ, അതുകൊണ്ട് ത്രിപാഠി സിക്സ് അടിച്ചു ഗൈസ്. ത്രിപാഠി, ഞാൻ നിന്നെ അല്ല ബ്രോ പറഞ്ഞത്, നീ ഇങ്ങനെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതല്ലേ, നീ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ഭുവനേശ്വർ ഇരുന്നെടുത്തോളം നീ ഔട്ടായിക്കോളും ബ്രോ. ഹാഫ് സെഞ്ചുറി അടിക്കാൻ പറ്റുമെന്ന് വേവലാതിപ്പെടണ്ട, നീ ഔട്ടായിക്കോളും. ഭുവനേശ്വർ സ്ട്രൈക്ക് റേറ്റ് 300 സ്ട്രൈക്ക് റേറ്റോ. ചമ്മു വിജയശങ്കരാചാര്യർ 4 ബോളിൽ 19 റൺസ്. അടാ ക്യാച്ച് പിടിച്ചില്ലേ? ഞാൻ വിചാരിച്ച് ക്യാച്ച് പിടിച്ചു. ഡബിൾ ഓടി റണ്ണൗട്ടല്ല എന്നാലും ചാൻസ് ഉണ്ട്. നേരത്തെ വിരാട് കോഹ്ലി റണ്ണൗട്ടായിരുന്നു. 3 ബോളിൽ 18 റൺസ്, അത് 3 6 അടിച്ചില്ലെങ്കിൽ ജിങ്കാലാല. ഇവര് ഹാസൽവുഡിനെ പോലെ വെച്ച് കൊടുക്കുന്നു. ഇത് ശങ്കറിനല്ല, വിജയ് ശങ്കറില്ല, ജഡേജ. ഗൈക്വാഡ്, ശരിയാ, ഋതുരാജ് ഗൈക്വാഡ്.
സമാധാനം വലുതാ പോകുന്നു, വിജയിക്കാൻ പോകുന്നു. Keeps his head down, 14 വയസ്സ് മാത്രമുള്ള നമ്മുടെ സ്വന്തം വൈഭവ് സൂര്യവംശിയാണ് ഇത്ര അടിച്ച് കളിച്ചത്. ഗൈസ് നോട്ട് ടുഡേ. അതേത് സെലിബ്രേഷൻ? ഓ ഇതായിരുന്നു നോട്ട് ടുഡേ സെലിബ്രേഷൻ. യെസ് ഗൈസ്, ഇങ്ങനെ നമ്മൾ കളിയെല്ലാം ജയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആരെ വിക്കറ്റ്? ഋതുരാജ് ഗൈക്വാഡ് 300 സ്ട്രൈക്ക് റേറ്റുള്ള ഋതുരാജിൻ്റെ വിക്കറ്റ് നമ്മളെടുത്തു. അങ്ങനെ നമ്മൾ ജയിച്ചു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫൈനൽ കളിക്കുമെന്ന് ഗൈസ്. അപ്പം നമുക്ക് നമ്മൾ ടീം ഒന്ന് കാണിച്ചു തരാം. ടീം നിങ്ങൾ കണ്ടതായിരിക്കും, എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. റിയൽ ഗൈസ് നമ്മുടെ ധനഞ്ജയ സിൽവയാണ് ഗൈസ് നമ്മുടെ ഓപ്പണേഴ്സ് ആയിട്ടുള്ളത്. ധനഞ്ജയ സിൽവ ആൻഡ് ഡാരി മിച്ചൽ. ടോപ്പ് ഓർഡറായിട്ട് നമ്മുടെ നജമുദ്ദുള്ള, സർദാൻ, മനോജ് തിവാരി, ഇഷാൻ കിഷൻ അറിയായിരിക്കും ഗൈസ് SRHലെ. അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ഓർഡറായിട്ട് ജെയിംസ് ബേക്കർ ഉണ്ട്, മിച്ചൽ ബാർസ്വെൽ ഉണ്ട്, നഥാൻ സ്മിത്ത് ഉണ്ട്. ലോവർ ഓർഡറായിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തന്നെ പ്ലെയറായ നൂർ അഹമ്മദ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യത്തെ ഒരു പ്ലെയറായ പവാൻ നിഗി ഉണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്ലെയറായ ടിനോ ബെസ്റ്റ്. ഇത്രയും പ്ലെയേഴ്സാണ് നമ്മളെ ടീമിലുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടീം വെച്ച് കളിക്കുന്നതും മാത്രമല്ല ചെന്നൈ വേഴ്സസ് RCB ഫൈനലും ആയിരിക്കും ഗൈസ് നമ്മൾ അടുത്ത പാർട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം.